ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ മലയാളത്തിന്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് റിവിഷൻ വിത്ത് ഫാക്കൽറ്റി സീരീസ് എന്ന് പറയുന്നത്. ഞാൻ ഇതിനെപ്പറ്റി ഓൾറെഡി ഒരു ഇൻട്രോ റീല് കണ്ടു കാണായിരിക്കും നിങ്ങളെല്ലാവരും. അതിന്റെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് റിവിഷൻ വിത്ത് ഫാക്കൽറ്റി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പുതിയ സീരീസ് ആണിത്. എന്താണ് ഈ സീരീസിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് ഈ സീരീസിലൂടെ നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ റിവിഷൻ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു കാണായിരിക്കും. PYQ സീരീസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ നിങ്ങൾ കണ്ടു കാണായിരിക്കും അല്ലേ? അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ സീരീസിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് ആദ്യം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏറ്റവും ആദ്യത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. നമ്മൾ സാധാരണ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാരത്തോൺസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാരത്തോൺ സീരീസുകൾ അല്ലെങ്കിൽ റിവിഷൻ ക്ലാസ്സുകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ടൈം മാനേജ്മെന്റിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല. എന്ത് ചെയ്യുന്നു, നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുന്നു, ഡിസ്കസ് ചെയ്യുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടുകളൊക്കെ പഠിക്കുന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നു. അതാണ് ഇപ്പോൾ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് എക്സാം ക്രാക്ക് ചെയ്യുന്നതിൽ അങ്ങേയറ്റം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ റിവിഷൻ വിത്ത് ഫാക്കൽറ്റി എന്ന് പറയുന്ന ഈ സീരീസിൽ നമ്മൾ ഏറ്റവും ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നത് ടൈം മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ്. അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ എക്സാമിന് സാധാരണഗതിയിൽ 100 ചോദ്യവും 90 മിനിറ്റുമാണ് ഉള്ളത് അല്ലേ? 100 ചോദ്യവും 90 മിനിറ്റുമാണ് നമുക്ക് നമ്മുടെ NTPC പരീക്ഷയിൽ പ്രധാനമായിട്ടും ടയർ 1-ന് ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10 ചോദ്യത്തിന് എത്ര സമയമാണ് വേണ്ടത്? 9 മിനിറ്റ്. 10 ചോദ്യം ചെയ്യാനായിട്ട് 9 മിനിറ്റ് മതി. നമ്മൾ ജനറൽ അവയർനെസിന്റെ കാര്യമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 10 ചോദ്യം ചെയ്യാനായിട്ട് നമുക്ക് 7 മിനിറ്റ് മതി എന്ന് വെക്കാം. കാരണം നമുക്ക് പാനയും പേപ്പറും തൊടേണ്ട കാര്യമില്ല. 7 മിനിറ്റിൽ കുറവ് മതി. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ടോ 4 മിനിറ്റ് കൊണ്ടോ 10 ചോദ്യം വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചെയ്തു പോകാവുന്നതാണ്. എന്നാലും നമ്മൾ ഇതിന് 7 മിനിറ്റ്, അതായത് 9 മിനിറ്റ് വേണ്ടിയിട്ട് നമ്മൾ 7 മിനിറ്റ് എന്ത് ചെയ്യുന്നു, മിനിമം ആക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യണം, ഈ 7 മിനിറ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ കുറച്ച് കൊണ്ടുവരണം. 6 മിനിറ്റ് ആക്കിയോ 5 മിനിറ്റ് ആക്കി കൊണ്ടുവരണം. 10 ക്വസ്റ്റ്യനിന്റെ ടെസ്റ്റ് ആണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ടൈം മാനേജ്മെന്റ് നമ്മൾ ഇതിനകത്ത് പരിചയപ്പെടും. എങ്ങനെ? ഒരു 10 ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് കിട്ടും. ടൈമർ നമ്മൾ സെറ്റ് ചെയ്യുന്നു. 7 മിനിറ്റ് സമയം വെച്ചിരിക്കുന്നു. 7 മിനിറ്റ് കൊണ്ട് ഈ 10 ചോദ്യങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മളിവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത്, അതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ആർട്ട് ഓഫ് സോൾവിങ് MCQs. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് നീട്ടുന്നു. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ, റാങ്ക് ഫയലുകൾ, ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് വന്നിരിക്കുന്ന കുട്ടികളായിരിക്കും. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് 4 ഓപ്ഷൻസ് വെച്ച് നീട്ടുകയാണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം നിർബന്ധമില്ല. ഞാൻ ഇതിന് മുന്നത്തെ ഫൈനൽ ലാപ്പിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഏതെങ്കിലും ഒരു രാജാവിന്റെ പേര് നിങ്ങൾ ക്ലാസ്സിനകത്ത് പഠിച്ചിട്ടുണ്ട്, പക്ഷെ പെട്ടെന്ന് അതേ സാമ്യതയിലുള്ള 3-4 പേരുകൾ കാണുമ്പോൾ കൺഫ്യൂഷനാണ്. ഇദ്ദേഹമാണോ അദ്ദേഹമാണോ എന്ന് കൺഫ്യൂഷൻ വരും. അപ്പോൾ അവിടെ എന്തൊക്കെ ട്രിക്കുകൾ നമുക്ക് യൂസ് ചെയ്യാം? അതിലൊരു ട്രിക്ക് എന്ന് പറയുന്നത് എലിമിനേഷൻ മെത്തേഡാണ്. ആ ഓപ്ഷനിൽ ചോദ്യമായിട്ട് ബന്ധമില്ലാത്ത ആരെ കണ്ടാലും നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, വെട്ടി മാറ്റണം. അവരെ നമ്മളിനി പരിഗണിക്കേണ്ട കാര്യമില്ല. അങ്ങനെ എന്ത് ചെയ്യാം, നിങ്ങളുടെ ചോയ്സസിനെ കുറച്ച് കൊണ്ടുവരാം. മൾട്ടിപ്പിൾ ചോയ്സിൽ നിന്നും ഒരു ചോയ്സിലേക്ക് എത്തുക. അതാണ് ആർട്ട് ഓഫ് സോൾവിങ് MCQ എന്നുള്ളത് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ എലിമിനേഷൻ മെത്തേഡ് അവിടെ യൂസ് ചെയ്യണം. പിന്നെ ചില സമയത്ത് എന്ത് യൂസ് ചെയ്യേണ്ടി വരും, കോമൺ സെൻസ് യൂസ് ചെയ്യേണ്ടി വരും. കുറെ പഠിച്ചത് കൊണ്ട് മാത്രം ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ ഓപ്ഷനകത്ത് അല്ലെങ്കിൽ ചോദ്യകർത്താവ് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി, ഓക്കെ ഇത് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ആ ലാഘവത്തിൽ ചില ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ ചിലത് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കോമൺ സെൻസ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ചില ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതൊക്കെ ആർട്ട് ഓഫ് സോൾവിങ് MCQന്റെ ഭാഗമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതും നമ്മൾ ഈ സീരീസിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. മൂന്നാമത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒന്ന് റിവൈസിങ് ഹോട്ട് ടോപ്പിക്സ്. അപ്പോൾ ഹോട്ട് ടോപ്പിക്സ് എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഞാൻ ഫൈനൽ ലാപ്പിന്റെ വീഡിയോയിനകത്ത് പറഞ്ഞാണ്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണുക കേട്ടോ. അവസാന സമയത്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് 2 ക്ലാസ്സുകളിലായിട്ട് 2 വീഡിയോസിലായിട്ട് ആസിഫ് സാറും ഞാൻ എടുത്തിട്ടുള്ള 2 പാർട്ടുകളായിട്ട് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കൂടെ ഒന്ന് പോയി കാണുക. അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സീരീസുകൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സീരീസ് ചിട്ടപ്പെടുത്തി എടുത്തതെന്നുള്ള അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഹോട്ട് ടോപ്പിക്സ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റിന്റെ ഈ കാണുന്ന വിഷയത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അതിന് നമ്മൾ എന്ന് വിളിക്കുന്നു, ഹോട്ട് ടോപ്പിക് എന്ന് വിളിക്കുന്നു. കാരണം ഇത് പഠിച്ചാൽ ഇപ്പോൾ ഒരു 10 ടോപ്പിക് ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ നിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് നീട്ടുകയാണ്. 10 ടോപ്പിക് ഏൻഷ്യൻ ഹിസ്റ്ററി നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് നീട്ടുകയാണ്. ഈ 10 ടോപ്പിക്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്നത് ചിലപ്പോൾ മൗര്യ സാമ്രാജ്യത്തിൽ നിന്നായിരിക്കാം, ഗുപ്ത സാമ്രാജ്യത്തിൽ നിന്നായിരിക്കാം. നിങ്ങൾ പഠിക്കാൻ പോകുന്നത് തീരെ ചോദ്യം ചോദിക്കാത്ത ഏതെങ്കിലും ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഠിത്തം ശരിയായ ദിശയിലാണോ? അല്ല. റിവൈസ് ചെയ്യുമ്പോഴും നിങ്ങൾ അങ്ങനെയാണോ റിവൈസ് ചെയ്യാൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്ന ഏരിയ കേന്ദ്രീകരിച്ച് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സീരീസ് ആണ് നമ്മൾ ഈ പറയുന്ന റിവിഷൻ വിത്ത് ഫാക്കൽറ്റി സീരീസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ടൈം മാനേജ്മെന്റ് നിങ്ങളെ പഠിപ്പിക്കും. ആർട്ട് ഓഫ് സോൾവിങ് MCQ എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരും. അതുപോലെ തന്നെ അതിലൂടെ
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗങ്ങളെ റിവൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക. ഇത്തരത്തിലൊരു സീരീസ് ആണിത്. ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഉപകാരപ്രദം ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും ഇല്ല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ആദ്യം ഒന്ന് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഈ പഠിപ്പിക്കുന്ന വിഷയം ഞാൻ കൈകാര്യം ചെയ്യുന്ന വിഷയമാണ്. അപ്പം ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്ന രീതിയിലായിരിക്കണം എന്നില്ല നിങ്ങൾ ഒരു ക്വസ്റ്റിനെ കാണുമ്പോൾ ചിന്തിക്കേണ്ടത്. അപ്പം നിങ്ങളുടെ ചിന്തകൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് കൂടെ നമുക്ക് ഈ സീരീസിലൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്തു നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു 7 മിനിറ്റിന്റെ ടൈമർ വെച്ചിട്ടുണ്ട് ഞാൻ. ഈ ടൈമർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങും. 10 ചോദ്യമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അപ്പോൾ ഞാൻ ഓരോ ചോദ്യങ്ങളായിട്ട് ചെയ്തു പോവാണ്. അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതും എങ്ങനെയായിരിക്കണം നിങ്ങളും എക്സാമിനേഷൻ ഹാളിൽ ചിന്തിക്കണം എന്നുള്ളതും ഈ ഒരു രീതിയിൽ മനസ്സിലാക്കി പോകാനായിട്ട് ശ്രദ്ധിക്കും. ഞാൻ ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ എക്സാം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യത്തെ ചോദ്യം നോക്കാം. അശോക, ആർഗ്യുബിളി ദ മോസ്റ്റ് ഫേമസ് റൂളർ ഓഫ് ഏർലി ഇന്ത്യ, കോൺകേർഡ് കലിംഗ. ഹി വാസ് ദ ഗ്രാൻഡ് സൺ ഓഫ്. ആരുടെ കൊച്ചുമകനാണ് അശോകൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഓപ്ഷൻസ് നോക്കുകയാണ്. അശോക ചക്രവർത്തിയെ പറ്റിയിട്ട് എന്തൊക്കെയാണ് ഞാൻ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഗുപ്തന്മാരാണ് അല്ലെ. സമുദ്രഗുപ്തയുണ്ട്, ചന്ദ്രഗുപ്തയുണ്ട്, പ്രഭാവതി ഗുപ്തയുണ്ട്, ചന്ദ്രഗുപ്ത ഒന്നാമനുണ്ട്. പക്ഷെ എനിക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം, ആരുടെ കൊച്ചുമകനാണെന്നുള്ളതൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം ഇതാണ്. എന്താണ്? അശോക ചക്രവർത്തി മൗര്യ സാമ്രാജ്യത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ ബാക്കി എല്ലാ ഗുപ്തകളിലും മൗര്യ എന്ന് പറയുന്ന പേര് കിടക്കുന്നത് എവിടെയാണ്? ഈ ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് പറയുന്ന ആളുടെ പേരിന്റെ കീഴെയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ പേരിനെ എന്ത് ചെയ്തു, എൻ്റെ ആൻസർ ആയിട്ട് അങ്ങ് ചൂസ് ചെയ്തു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് കുത്തി. ഇത് NTPCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുക. അതായത് ബാക്കിയെല്ലാം ഗുപ്ത സാമ്രാജ്യമാണ്, അതിൽ ചന്ദ്രഗുപ്ത മൗര്യൻ, മൗര്യ സാമ്രാജ്യത്തിന്റെ ഒരാളാണ് ചന്ദ്രഗുപ്തൻ അല്ലെങ്കിൽ അശോകൻ എന്നുള്ള ഒരു അറിവ് മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെ ഒരു അറിവ് മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്നുണ്ടെങ്കിൽ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ചോദ്യം സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ബി കുത്തി. രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. ചന്ദ്രഗുപ്ത മൗര്യ വാസ് ദ ഫൗണ്ടർ ഓഫ് മൗര്യ ഡൈനാസ്റ്റി. അവർ ഇങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ് മൗര്യ സാമ്രാജ്യത്തിന്റെ ഫൗണ്ടർ ചന്ദ്രഗുപ്ത മൗര്യനാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഹിസ് റൂൾ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ഈസ് ഇൻകറക്റ്റ്. തെറ്റായിട്ടുള്ള സെന്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം അല്ലെങ്കിൽ ഒന്നാമത്തെ സെന്റൻസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ തെറ്റാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ, തെറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ സെന്റൻസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഹി മെറ്റ് അലക്സാണ്ടർ ആൻഡ് ജോയിൻഡ് ഹിസ് ആർമി സോ ദാറ്റ് ഹി കുഡ് ലേൺ ദ കോംബാറ്റ് സ്കിൽസ് ഓഫ് മെസിഡോണിയൻസ്. അപ്പോൾ മെസിഡോണിയൻസിന്റെ കോംബാറ്റ് സ്കില്ല് പഠിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അലക്സാണ്ടർ ചക്രവർത്തിയെ മീറ്റ് ചെയ്യും, അലക്സാണ്ടറിന്റെ ആർമിയിൽ ജോയിൻ ചെയ്തു എന്നാണ് പറയുന്നത്. ഞാൻ പഠിച്ച ചരിത്രത്തിലൊന്നും ഞാൻ ഇത്തരത്തിലുള്ളൊരു സംഭവം കേട്ടിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ അവിടെ അതിനെ വിട്ടു, ആ സെന്റൻസ് വിട്ടു. രണ്ടാമത്തെ സെന്റൻസ് നോക്കാം. തെറ്റായതുകൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. രണ്ടാമത്തെ സെന്റൻസ് നോക്കാം. ബൈറം ഖാൻ വാസ് ഹിസ് ബെസ്റ്റ് അലൈ, മെന്റർ ആൻഡ് ഗൈഡ്. ബൈറം ഖാൻ, ഈ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ പേര് ഞാൻ കേട്ടിരിക്കുന്ന മൗര്യ രാജവംശത്തിന്റെ സമയത്തല്ല, നേരെ മറിച്ച് മെഡീവിയൽ ചരിത്രത്തിന്റെ സമയത്താണെന്ന് എനിക്കറിയാം. അപ്പൊ ഇത് തെറ്റാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഞാൻ എന്ത് ചെയ്തു, ഇതാണ് തെറ്റ് എന്നുള്ളത് അങ്ങ് അസ്യൂം ചെയ്തു. ബാക്കി രണ്ട് ഓപ്ഷൻസോടെ എനിക്ക് വായിക്കാനുണ്ട്, ഞാൻ രണ്ടുകൂടെ വായിക്കുകയാണ്. ചന്ദ്രഗുപ്ത മൗര്യ ഇസ് ക്രെഡിറ്റഡ് വിത്ത് എസ്റ്റാബ്ലിഷിംഗ് ദ ഫസ്റ്റ് ഓൾ ഇന്ത്യ എംപയർ. ശരിയാവാനുള്ള സാധ്യതയാണുള്ളത്. The archaeological evidence of the empire shows the existence of several towns and cities with the most prominent capital being Pataliputra. അപ്പോൾ സിയും ഡിയും ശരിയാവാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ ജനറൽ ആയിട്ടുള്ള സെന്റൻസ് ആണ്. ബൈറം ഖാൻ എന്ന് ഞാൻ കേട്ടിട്ടുള്ളത് മധ്യകാല ഇന്ത്യ ചരിത്രത്തിലാണ്, പ്രാചീന ഇന്ത്യ ചരിത്രത്തിലല്ല. ഇത് പറയുന്ന മൗര്യ സാമ്രാജ്യത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ ഞാൻ ബി എന്ത് ചെയ്തു, ആണ് എൻ്റെ ഓപ്ഷനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ദ ഹിസ്റ്റോറിക് ഗ്രാൻഡ് ട്രങ്ക് റോഡ് വാസ് ബിൽറ്റ് ബൈ സെവറൽ റൂളേഴ്സ്. വാട്ട് വാസ് ഇറ്റ് കോൾഡ് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് മൗര്യ ഡൈനാസ്റ്റി? അപ്പോൾ ഒരു റോഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഗ്രാൻഡ് ട്രങ്ക് റോഡ്. അത് ഒരുപാട് റൂളേഴ്സ് പണി കഴിപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മൗര്യ രാജവംശത്തിന്റെ സമയത്ത് ഈ ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പറയുന്ന വഴി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇപ്പൊ ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്നുള്ള ഒരു വഴിയെ പറ്റി ഞാൻ കേട്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അവസ്ഥ എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ഓപ്ഷൻസ് നോക്കുകയാണ്. ഉത്തരപദം, പൂർവിപദം, ബാദ്ഷാഹി റോഡ്, രാജപാത്, ഇങ്ങനെയുള്ള 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. മൗര്യ രാജവംശത്ത് ബാദ്ഷാഹി റോഡ് എന്ന് പറഞ്ഞൊരു റോഡ് വരാൻ സാധ്യതയില്ല എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു. കാരണം എന്താണ്, അതൊരു മെഡീവിയൽ നെയിമാണ് അല്ലെ, ഒരു ഇസ്ലാമിക് നെയിമാണ് നമുക്ക് തോന്നുന്നത്. മൗര്യ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഏൻഷ്യൻ ചരിത്രത്തിലുള്ളതാണ്. അപ്പൊ ഞാൻ സി ഓപ്ഷൻസ് വെട്ടി, സി അല്ല എന്നുള്ളത് ഞാൻ അങ്ങ് ഉറപ്പിച്ചു. ബാക്കിയുള്ളത് നോക്കി. ഉത്തരപദ്, പൂർവിപദ്, രാജ്പദ്, എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഞാൻ ഒരു ഓപ്ഷൻ എടുക്കുകയാണ്, രാജ്പത്ത്. ഞാൻ റിസ്ക് എടുത്ത് ഞാൻ രാജ്പത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കുത്തുകയാണ് ചെയ്യുന്നത്. 4ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പോവാണ്. ദ ഫേമസ് കലിംഗ വാർ സെന്റ് എംപറർ അശോക ടു ലീവ് ദ വാർ ആൻഡ് ഇൻസ്പയർഡ് ഹിം ടു അഡോപ്റ്റ് ബുദ്ധിസം. വെൻ വാസ് ദിസ് വാർ ഫൗട്ട് ഇൻ ഒഡീഷ? ഒഡീഷയിലാണ് കലിംഗ യുദ്ധം നടന്നത്. അതാണ് അശോകനെ കൊണ്ട് ബുദ്ധമതം സ്വീകരിപ്പിച്ചതെന്ന് പറയുന്നത്. 4 ഓപ്ഷൻസ്, കട്ടി ഓപ്ഷൻസ് ആണ്, അടുപ്പിച്ചുള്ള ഓപ്ഷൻസ് ആണ്. യാതൊരു ഐഡിയ ഇല്ല.
ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ ക്വസ്റ്റ്യൻ അങ്ങ് വിട്ടു, സ്കിപ്പ് ചെയ്തു. അഞ്ചാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്ക് ഈസ് റിട്ടൺ ബൈ മെഗസ്തനീസ്? മെഗസ്തനീസ് എഴുതിയിട്ടുള്ള പുസ്തകം ഏതാണ്? അപ്പോൾ മെഗസ്തനീസ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ നെയിം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ബാക്കി ഇപ്പോൾ ഇവിടെ നോക്കിയ ഹർഷചരിത ഒരു ഇന്ത്യൻ നെയിമാണ്, മാളവിക അഗ്നിമിത്രം ഒരു ഇന്ത്യൻ നെയിമാണ്, യജ്ഞവൽക്യ സ്മൃതി ഒരു ഇന്ത്യൻ ബുക്കാണ് അല്ലെ. മെഗസ്തനീസ് ഒരു കണ്ടിട്ട് ഒരു ഔട്ട്സൈഡറിനെ പോലെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എഴുതിയ പുസ്തകം എന്തായിരിക്കും? ഇൻഡിക്ക. ഞാൻ ഈ ഓപ്ഷൻ സി ആയിട്ട് മുന്നോട്ട് പോവാണ്. വിച്ച് അശോകൻ റോക്കഡിക് മെൻഷൻസ് ഓഫ് അശോകസ് ട്രയംഫ് ഓർ കലിംഗ? അശോകന്റെ ശാസനങ്ങളുടെ നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഐഡിയ ഇല്ല. എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാതിരിക്കുക. അറിയാവുന്നവർക്ക് മാത്രം കുത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ആ ക്വസ്റ്റ്യനെ മാനിച്ചു, റെസ്പെക്ട് ചെയ്യുന്നു, വിടുന്നു. ഞാൻ പഠിച്ചിട്ടില്ല, അപ്പൊ ഞാൻ വിടുന്നു. ഡാഷ് വാസ് ദ ക്യാപിറ്റൽ ഓഫ് മൗര്യൻ എംപയർ? മൗര്യ സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ എന്താണ്? ഞാൻ ഓപ്ഷൻസിലേക്ക് നോക്കി. എനിക്ക് മഗധ എന്ന് പറയുന്ന ഒരു മഹാജനപദയാണെന്ന് അറിയാം. അപ്പൊ മഗധ ആവാനുള്ള സാധ്യതയില്ല, അതൊരു മഹാജനപദയുടെ പേരാണ്. അപ്പൊ ഞാൻ മഗധ വെട്ടി. നളന്ദയും തക്ഷശിലയും യൂണിവേഴ്സിറ്റി ആണെന്ന് എനിക്കറിയാം. അപ്പോൾ ഓപ്ഷൻ ബി ആയിട്ട് ഞാൻ മുന്നോട്ട് പോവാണ്. പാതളിപുത്ര എന്ന് പറയുന്ന ഓപ്ഷനുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഇനി 8, Emperor Ashoka in the 12th year of his reign appointed a special officer who surveyed the land and maintained land records. These officers were called. ഈ ഓഫീസേഴ്സിനെ വിളിച്ചിരുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കളക്ടർ എന്നുള്ളൊരു പേര് ആ സമയത്ത് വരാൻ സാധ്യതയില്ല, ഞാൻ അത് വെട്ടി. ചാലുക്യ ഒരു രാജവംശത്തിന്റെ പേരാണെന്ന് എനിക്കറിയാം, ഞാൻ അതും വെട്ടി. റസൂഖ് എന്നുള്ളത് ഒരു ഇസ്ലാമിക് നെയിം ആയതുകൊണ്ട് തന്നെ മൗര്യ സാമ്രാജ്യത്തിന്റെ സമയത്ത് വരാൻ സാധ്യതയില്ല എന്ന് ഊഹിച്ചുകൊണ്ട് ഞാൻ അത് വെട്ടി. ഇതൊരു കാൽക്കുലേറ്റഡ് റിസ്ക് ആണ്. ഇത് രണ്ടും ഉറപ്പായിട്ടും തെറ്റാണെന്ന് എനിക്കറിയാം. ഞാൻ ഓപ്ഷൻ എ ആയിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഓക്കെ. 9, ഹു വാസ് ദ ലാസ്റ്റ് എംപറർ ഓഫ് മൗര്യ ഡൈനാസ്റ്റി? ചന്ദ്രഗുപ്തനും അശോകനും എന്തായാലും അല്ല എന്ന് എനിക്കറിയാം, കാരണം അവർ ഏറ്റവും ആദ്യത്തെ പ്രോമിനന്റ് ആയിട്ടുള്ള റൂളേഴ്സ് ആണ്. ശതധൻവൻ എന്ന് പറയുന്ന റൂളറെ പറ്റി ഞാൻ കേട്ടിട്ടില്ല. ഞാൻ എന്ത് ചെയ്യുന്നു? ഓപ്ഷൻ സി ആയിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ബൃഹദ്രഥ കുറച്ചുകൂടെ കേട്ടിട്ടുള്ള ഒരു പേരാണ്. ഓക്കെ. അതിൽ ഇത് രണ്ടും ലോജിക്കൽ ആയിട്ടുള്ള ഗസ് ആണ്. ശതധൻവൻ എന്ന് പറയുന്ന ആളെ പറ്റി ഞാൻ കേൾക്കാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ആ ഓപ്ഷൻ ഞാൻ എലിമിനേറ്റ് ചെയ്ത് ഓപ്ഷൻ സി കുത്താനായിട്ട് തീരുമാനിച്ചത്. ഓക്കെ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ലേക്ക് ഇൻ ഗുജറാത്ത് വാസ് എൻ ആർട്ടിഫിഷ്യൽ റിസർവോയർ ബിൽറ്റ് ഡ്യൂറിംഗ് ദ റൂൾ ഓഫ് മൗര്യാസ്? മൗര്യ രാജവംശത്തിന്റെ സമയത്ത് ബിൽഡ് ചെയ്തിട്ടുള്ള ആർട്ടിഫിഷ്യൽ റിസർവോയർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പുഷ്കര സമുദ്ര ലേക്ക് നമുക്കറിയാം, അത് മിത്തോളജിയിലുള്ളതാണ്, പ്രാചീന എന്താ പറയുക മിത്തോളജിയിലുള്ളതാണ്. ലോണാർ ഗുജറാത്തിലുള്ളതാണ്. അപ്പോൾ ഗുജറാത്ത് ഒരു ഓപ്ഷനായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ റിസർവോയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കുണ്ട്. മൗര്യമാർ പണിതാണെന്നുള്ളത് നമുക്കറിയാം. ഈ 3 കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യണം. ലോണാർ ഗുജറാത്തിലാണ്, അപ്പൊ ലോണാർ ആവാനുള്ള സാധ്യതയുണ്ട്. ലോക്തക്ക് നമുക്കറിയാം മണിപ്പൂരിലാണ്, അപ്പൊ ഇതല്ല. പുഷ്കർ ഒരു പഴയ ലേക്കാണ്, അതല്ല. സുദർശനയോ ലോണാറോ ആണെന്നുള്ളത് നമുക്ക് ഊഹിക്കാം. പക്ഷെ ലോണാർ ജോഗ്രഫി പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം എന്താണ് ഒരു ക്രേറ്റർ ലേക്കാണ്. അപ്പൊ ലോണാർ അല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് എന്തിലേക്ക് പോവാം? ഓപ്ഷൻ ഡി ആയിട്ടുള്ള സുദർശന ലേക്കിലേക്ക് പോവാം. അപ്പൊ ഈ രീതിയിൽ 10 ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് അവസാനിപ്പിച്ചു. ഓക്കെ. 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കൂടെ തന്നെ ചിന്തിച്ച് നിങ്ങൾക്ക് ആ ചോദ്യങ്ങളിലേക്ക് എത്താൻ പറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ പ്രത്യേകത എന്താണ്? ഈ നിശ്ചിത സമയം കൊണ്ട് നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം. ചിന്തിക്കുന്ന കാര്യങ്ങൾ ഉറക്കെ വിളിച്ച് പറയരുത്, അപ്പുറത്തിരിക്കുന്ന ആൾ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മുടെ തോട്ടുകൾ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പരമാവധി ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ആ ചോദ്യം കാണുമ്പോൾ ഒരു കുട്ടി എങ്ങനെയൊക്കെയാണ് ചിന്തിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി തരാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ. ഇനി നമുക്ക് ഈ പാഠഭാഗത്ത്, അതായത് നമ്മളിപ്പോൾ പഠിച്ച എന്ത് രാജവംശത്തെ പറ്റിയിട്ടാണ്? മൗര്യ രാജവംശത്തെ പറ്റിയിട്ടാണ്. മൗര്യ രാജവംശം എന്ന് പറയുന്ന രാജവംശവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ ഒന്ന് പൊടി തട്ടിയെടുത്തിട്ട് ഈ ചോദ്യങ്ങളിലേക്ക് വീണ്ടും വരാം. ഓക്കെ. അപ്പോൾ മൗര്യ രാജവംശവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? നമ്മൾ ക്ലാസ്സിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ചുരുങ്ങിയത് ഒരു രാജവംശം, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജവംശമാണെങ്കിൽ ഇത്രയെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ അതിലെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ആ രാജവംശത്തെ പറ്റി നിങ്ങൾക്ക് അറിവ് പകർന്നു വരുന്ന സോഴ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അത് ലിറ്ററേച്ചർ ഉണ്ടായിരിക്കാം, ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ഉണ്ടായിരിക്കാം, ഫോറിൻ അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ അതും പഠിക്കണം. റൂളർമാരുടെ പേര്, അതിൻ്റെ ടൈം പീരീഡ്, അവർ എന്തെങ്കിലും ബാറ്റിൽസിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത്, അവരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് അത്രയും പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ്, അഡ്മിനിസ്ട്രേഷൻ, എക്കോണമി, മിലിറ്ററി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പരിഷ്കാരങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കണം. ഇത് ഏതൊരു രാജവംശത്തിനും, പ്രത്യേകിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജവംശങ്ങൾ, മൗര്യ രാജവംശം, ഗുപ്ത രാജവംശം അല്ലേ, അതുപോലെ തന്നെ മുഗൾസ്, ഡൽഹി സുൽത്താൻസ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട രാജവംശങ്ങളുടെ കാര്യമൊക്കെ പഠിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചാലേ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ ആണോ? ഇനി ഇതിലേറ്റവും ആദ്യത്തെ ലിറ്റററി സോഴ്സുകളെ പറ്റി നമ്മളൊന്ന് ഓടിച്ചു നോക്കിയേ. നമ്മൾ ക്ലാസ്സിനകത്ത് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. കൗടില്യന്റെ അർത്ഥശാസ്ത്രം മൗര്യ സാമ്രാജ്യത്തെ പറ്റി നമുക്ക് അറിവ് പകർന്നു തരുന്നതാണ് അല്ലെ. ഭദ്രബാഹുവിന്റെ ഭദ്രബാഹു സംഹിത, വസുദേവ ചരിത, കൽപ്പസൂത്ര തുടങ്ങിയ കൃതികൾ. ഭദ്രബാഹുവിനെ പറ്റി നമ്മൾ ജൈനിസത്തിൽ പഠിച്ചതാണ് അല്ലെ. അദ്ദേഹത്തിന്റെ കൃതികളാണ് ഭദ്രബാഹു സംഹിത, വസുദേവ ചരിത, കൽപ്പസൂത്ര തുടങ്ങിയവയൊക്കെ. അതൊക്കെ നമുക്ക് ആരെ പറ്റി പകർന്നു തരുന്നുണ്ട്? നമ്മുടെ മൗര്യ സാമ്രാജ്യത്തെ പറ്റി അറിവ് പകർന്നു തരുന്നതാണ്. ഭദ്രബാഹു എന്ന് പറയുന്നത് ചന്ദ്രഗുപ്ത മൗര്യ സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്ത ചന്ദ്രഗുപ്ത മൗര്യന്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ കണ്ടംപററി ആയിട്ടുള്ള
ഒരു ജൈനമത സന്യാസിയായിരുന്നു. മെഗസ്തനീസിന്റെ ഇൻഡിക ചോദ്യം നമ്മൾ കണ്ടതാണ് അല്ലെ. മെഗസ്തനീസ് എന്ന് പറയുന്നത് ഗ്രീക്ക് അംബാസിഡർ ആണ്. അദ്ദേഹത്തിന്റെ ഇൻഡിക എന്ന് പറയുന്ന പുസ്തകത്തിൽ മൗര്യ സാമ്രാജ്യത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. വിശാഖദത്തയുടെ മുദ്രരാക്ഷസ. വിശാഖദത്തയെ പറ്റി നമ്മൾ പഠിക്കുന്നത് എവിടെയാണ് ആക്ച്വലി? വിശാഖദത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുപ്ത സാമ്രാജ്യത്തിന്റെ സമയത്ത് ജീവിച്ചിരുന്ന ഒരു എഴുത്തുകാരനാണെന്നും അദ്ദേഹത്തിന്റെ ഒരു നാടകമാണ് അല്ലെങ്കിൽ ഒരു പ്ലേ ആണ് മുദ്രരാക്ഷസ എന്ന് പറയുന്നത്. മുദ്രരാക്ഷസ എന്ന് പറയുന്ന ആ കൃതിക്കകത്ത് ചന്ദ്രഗുപ്ത മൗര്യനും ചാണക്യനും കൂടെ എങ്ങനെയാണ് ധനനന്ദയെ തോൽപ്പിച്ച് മൗര്യ സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നുള്ള കഥയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ അവിടെ നിന്നും നമുക്ക് മൗര്യ സാമ്രാജ്യത്തെ പറ്റി മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നീട് ബുദ്ധമത ലിറ്ററേച്ചേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ദീപവംശം, മഹാവംശം, മിലിന്ദ് ബാൻഹോ തുടങ്ങിയ കൃതികൾ. ദീപവംശം, മഹാവംശം ഒക്കെ സെയിലോണിസ് ക്രോണിക്കിൾസ് ആണ് അല്ലെ. അശോക ചക്രവർത്തി തന്റെ മക്കളെ എങ്ങോട്ട് അയക്കുന്നു? ശ്രീലങ്കയിലേക്ക് അയക്കുന്നു. ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സംഘമിത്രയെയും മഹാഇന്ദ്രയെയും എന്ന് പറയുന്ന 2 മക്കളെ എങ്ങോട്ട് അയക്കുന്നുണ്ട്? ശ്രീലങ്കയിലേക്ക് അയക്കുന്നുണ്ട്. അവരവിടെ ചെല്ലുന്നതും ബുദ്ധമതം സ്പ്രെഡ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ദീപവംശം, മഹാവംശം തുടങ്ങിയ കൃതികളിലുള്ളത്. മിലിന്ദ് ബാൻഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിയാൻഡർ എന്ന് പറയുന്ന, മിയാൻഡർ എന്നും മെനാൻഡർ എന്നൊക്കെ പറയുന്ന ഒരു രാജാവ്, രണ്ടും ഒന്ന് തന്നെയാണ്. രാജാവ് നാഗാർജുന നാഗസേന എന്ന് പറയുന്ന ഒരു ബുദ്ധമത സന്യാസിയുമായിട്ടുള്ള സംവാദമാണ് മിലിന്ദ് ബാൻഹോയ്ക്കകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതല്ലാതെ മറ്റ് ലിറ്റററി സോഴ്സസ് ഉണ്ട്. ആ സമയത്ത് എഴുതപ്പെട്ടിട്ടുള്ള പുരാണങ്ങൾ, അതുപോലെ തന്നെ പതഞ്ജലിയുടെ മഹാഭാഷ്യ, രാജതരംഗിണി, കൽഹാനയുടെ രാജതരംഗിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കശ്മീരിന്റെ ചരിത്രം. ഇപ്പൊ കശ്മീർ നിങ്ങൾക്കറിയാം ഒരു ഹോട്ട് ടോപ്പിക് ആണ് അല്ലെ. കശ്മീരിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ കശ്മീരിന്റെ ചരിത്രം എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ് രാജതരംഗിണി എന്ന് പറയുന്നത്, കൽഹാന എഴുതിയിട്ടുള്ളത്. പിന്നെ ഏതാണ് പരിശിഷ്ട പർവൻ എന്ന് പറയുന്ന ഹേമചന്ദ്ര എഴുതിയിട്ടുള്ള കൃതി. ഈ കൃതികളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഈ കൃതികളെല്ലാം കംപ്ലീറ്റ്ലി മൗര്യ സാമ്രാജ്യത്തെ പറ്റി പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. ഈ കൃതികളിലൊക്കെ പരാമർശിച്ചിട്ടുള്ള രാജവംശമാണ് മൗര്യ രാജവംശം. അപ്പോൾ രാജവംശത്തെ പറ്റി നമുക്ക് ഈ കൃതികളിൽ നിന്നും എന്ത് കിട്ടുന്നു? അറിവ് ലഭിക്കുന്നു. ഇനി പ്രധാനപ്പെട്ട റൂളേഴ്സ്, 3 റൂളേഴ്സിനെങ്കിലും നിങ്ങൾ ചുരുങ്ങിയത് പഠിച്ചിരിക്കണം മൗര്യ സാമ്രാജ്യത്തെ പറ്റി പഠിക്കുന്ന സമയത്ത്. ഒന്നാമത്തെ റൂളറാണ് ചന്ദ്രഗുപ്ത മൗര്യ. കാലഘട്ടം പറ്റിയാൽ ഓർത്തിരിക്കുക, 320 തൊട്ട് 298 BCE വരെ അദ്ദേഹം സാമ്രാജ്യം ഫൗണ്ട് ചെയ്തു. ആരുടെ സഹായത്തോടു കൂടി? ചാണക്യൻ, കൗടില്യൻ എന്നൊക്കെ വിളിക്കുന്ന വിഷ്ണുഗുപ്തൻ എന്നൊക്കെ പറയുന്ന വ്യക്തിയുടെ സഹായത്തോടു കൂടെ എന്ത് ചെയ്തു? മൗര്യ സാമ്രാജ്യം ഫൗണ്ട് ചെയ്യുന്നു. അദ്ദേഹം ധനനന്ദയെ തോൽപ്പിച്ചുകൊണ്ടാണ് മൗര്യ സാമ്രാജ്യം ഫൗണ്ട് ചെയ്തത്. ധനനന്ദയെ ഗ്രീക്കുകാർ വിളിച്ചിരുന്ന പേരാണ് അഗ്രമസ്. അപ്പൊ ഗ്രീക്ക് പുസ്തകങ്ങളിൽ അഗ്രമസ് എന്നറിയപ്പെടുന്ന രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ധനനന്ദയാണ്. അതിനുശേഷം അദ്ദേഹം സെലസസ് നിക്കേറ്ററെ തോൽപ്പിക്കുന്നുണ്ട്. സെലസസ് നിക്കേറ്ററെ തോൽപ്പിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവർ തമ്മിൽ ഒന്നിക്കുന്നു മാട്രിമോണിയൽ അലയൻസിലൂടെ. സെലസസ് നിക്കേറ്ററിന്റെ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഒരു അംബാസഡർ അയക്കുന്നു. അതാണ് മെഗസ്തനീസ്. ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിൽ മെഗസ്തനീസ് താമസിക്കുന്നു. കൊട്ടാരത്തിന്റെ ഭംഗിയെ പറ്റിയിട്ടും അവിടെയുള്ള 10 കൊട്ടാരം മരം കൊണ്ട് പണി കഴിപ്പിച്ച ആ വലിയ പടുകൂറ്റൻ കൊട്ടാരത്തെ പറ്റി അദ്ദേഹത്തിന്റെ കൃതിയിൽ രേഖപ്പെടുത്തുന്നു. നമ്മൾ NCERT ക്ലാസ്സിൽ കണ്ടതാണ്, നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഇനി അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു ജൈനമത വിശ്വാസിയായിരുന്നുവെന്നും ശ്രാവണ ബലകളിൽ ചെന്നുകൊണ്ട് സല്ലേഖനം നടത്തിക്കൊണ്ടാണ് മരിച്ചതെന്നുള്ളത് നമ്മൾ ജൈനിസം ക്ലാസ്സിലും അതുപോലെ തന്നെ മൗര്യ സാമ്രാജ്യത്തിന്റെ ക്ലാസ്സിലും കണ്ടതാണ്. അദ്ദേഹത്തിന്റെ മകനായിട്ട് വരുന്ന വ്യക്തിയാണ് ആര്? ബിന്ദുസാര. ബിന്ദുസാരയെ ഗ്രീക്ക് റോമൻ ലിറ്ററേച്ചറിൽ വിളിക്കുന്നത് അമിത്രോചാറ്റസ് എന്നാണ്. അമിത്രോചാറ്റസ് എന്നുള്ള അദ്ദേഹത്തിന് ആ പേര് കിട്ടാൻ സാധ്യത സംസ്കൃതത്തിൽ അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത് അമിത്രഗാഥ എന്നാണ്. സംസ്കൃത ഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേര് അമിത്രഗാഥ എന്നാണ്. ഈ പേരിൽ നിന്നായിരിക്കും ഗ്രീക്കുകാർ അമിത്രോചാറ്റസ് എന്നുള്ളൊരു പേര് ആരെ വിളിച്ചിരുന്നത്? ബിന്ദുസാരയെ വിളിച്ചിരുന്നത്. അമിത്രഗാഥ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സ്ലേയർ ഓഫ് എനിമീസ്, ശത്രുക്കളെ കൊന്നൊടുക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അദ്ദേഹത്തിന്റെ സമയത്ത് സെലിസിഡ് കിങ് ആയിട്ടുള്ള അന്ത്യോക്കസ് ആരയക്കുന്നുണ്ട്? ഡൈമച്ചസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് അംബാസഡറെ ബിന്ദുസാരയുടെ കൊട്ടാരത്തിലേക്ക് അയക്കുന്നുണ്ട്. ബിന്ദുസാരയുടെ മകനായിട്ട് വരുന്ന ഏറ്റവും പ്രോമിനന്റ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള റൂളറാണ് മൗര്യ സാമ്രാജ്യത്തിലെ അശോകൻ എന്ന് പറയുന്നത്. അശോക ചക്രവർത്തി അധികാരത്തിലേറി എന്ന് പറയുന്ന വർഷത്തിനകത്ത് ചെറിയ ഏറ്റക്കുറച്ചിലൂടെ പറയുന്നുണ്ട്. 272 എന്നും 268 എന്നും 2 വർഷങ്ങൾ NCERTസിൽ പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതാണെന്നുള്ളത് അറിയില്ല. നമ്മളെക്കാളും 2250 വർഷം മുന്നേ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. എക്സാക്ട്ലി നമുക്ക് ആ സോഴ്സുകൾ എത്രത്തോളം അതിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. സോ പൊതുവെ ഈ ഒരു 4 വർഷത്തെ ഒരു എന്താ പറയുന്ന ഒരു ക്ലാഷ് അവിടെ വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹം മരണമടയുന്ന 232 BCയിലാണെന്നുള്ള കാര്യത്തിൽ ചരിത്രകാരന്മാർക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. അദ്ദേഹം അധികാരത്തിൽ കയറി, അപ്പൊ 268 അദ്ദേഹം അധികാരത്തിൽ കയറിയെന്നുണ്ടെങ്കിൽ 8ാമത്തെ വർഷം 260 BCയിലാണ് കലിംഗ യുദ്ധം നടന്നതെന്നാണ് NCERT പറയുന്നത്. 3ാം ബുദ്ധമത സമ്മേളനത്തിന് അദ്ദേഹം നേതൃത്വം കൊടുത്തു. എവിടെ വെച്ചിട്ടാണ്? പാതളിപുത്രയിൽ. 3ാം ബുദ്ധമത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചിട്ടുള്ള ബുദ്ധമത സന്യാസിയുടെ പേര് നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ കൊള്ളാം. ഇനി അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ മക്കളായിട്ടുള്ള മഹേന്ദ്രനെയും സംഘമിത്രയെയും എങ്ങോട്ട് അയക്കുന്നു? ശ്രീലങ്കയിലേക്ക് അയക്കുന്നു. എന്തിനാ അയക്കുന്നത്? ബുദ്ധമതം സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടി. അദ്ദേഹത്തിന്റെ സമയത്ത് അദ്ദേഹം ഇന്ത്യയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിലുടനീളം എന്ത് ചെയ്യുന്നുണ്ട്? ശാസനങ്ങൾ പ്രതിഷ്ഠിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശാസനങ്ങൾ ഒന്ന് അറിഞ്ഞിരുന്നാൽ കൊള്ളാം. അപ്പോൾ മേജർ റോക്ക് എഡിക്റ്റ്, നമുക്കറിയാം റോക്ക് എഡിക്റ്റുകളും പില്ലർ എഡിക്റ്റുകളും അശോകൻ എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിഷ്ഠിക്കുന്നുണ്ട്. മേജർ റോക്ക് എഡിക്റ്റുകൾ
14 എണ്ണമാണ്. അതായത് 14 ശാസനങ്ങളാണ് വെക്കുന്നത്. 14 കല്ലുകൾ എന്നുള്ള അർത്ഥത്തിലല്ല, 14 കൽപ്പനകൾ. അത് ഒരുപാട് കല്ലുകളിലായിട്ട് 14 കൽപ്പനകളാണ് കൊത്തിവെക്കുന്നത്. അതില് മേജർ പില്ലർ എഡിക്റ്റിൽ പക്ഷെ അശോകൻ എന്ന് പറയുന്ന ഒരു പേര് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പകരം എന്ത് പേരാണ് കാണുന്നത്? ദേവനം പ്രിയ അല്ലെങ്കിൽ ദേവനം പ്രിയ പിയാദാസി എന്നുള്ള ഒരു പേരാണ് കാണുന്നത്. ഇത് അശോകനാണ് എന്ന് കണ്ടെത്തിയത് ജെയിംസ് പ്രിൻസപ്പ് ആണ്. ജെയിംസ് പ്രിൻസപ്പ് എന്ന് പറയുന്ന സായിപ്പാണ്. നമ്മൾ ക്ലാസ്സിനകത്ത് പഠിച്ചതാണ്, NCERT ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. ജെയിംസ് പ്രിൻസപ്പ് ആണ് കണ്ടെത്തിയത്. 1837 അദ്ദേഹം ഇത് ഡിസൈഫർ ചെയ്തെടുത്തെന്നുള്ള കാര്യം കൂടെ അവിടെ ഓർത്തിരിക്കുക. ഇനി അദ്ദേഹത്തിന്റെ 14 കൽപ്പനകൾ, 14 ശാസനങ്ങളിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നാമത്തേല് ഈ പ്രൊഹിബിറ്റ്സ് അനിമൽ സ്ലോട്ടർ. രണ്ടാമത്തേല് ചോളന്മാരെ പറ്റി, പാണ്ഡ്യന്മാരെ പറ്റി, കേരളപുത്ര അതായത് ചേരന്മാരെ പറ്റിയിട്ട്, സത്യപുത്രന്മാരെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അഞ്ചാമത്തേല് എല്ലാ മനുഷ്യന്മാരും തന്റെ മകനാണ്, തന്റെ മക്കളാണ് എന്ന് അശോക ചക്രവർത്തി പറയുന്നുണ്ട്. ഏഴാമത്തേല് എല്ലാ മതങ്ങളും തമ്മിലൊരു റിലീജിയസ് ടോളറൻസ് വേണമെന്ന് പറയുന്നുണ്ട്. 13-ാമത്തെ അശോകന്റെ ഏറ്റവും വലിയ ശാസനമാണ് 13-ാമത്തെ. അതിനകത്താണ് കലിംഗ യുദ്ധത്തെ പറ്റിയിട്ടും യുദ്ധത്തിന് ശേഷം അദ്ദേഹത്തിന് മാനസാന്തരം വന്നതിനെ പറ്റിയിട്ടും ബുദ്ധമതം സ്വീകരിച്ചതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നത് 13-ാമത്തെ ഈ പറയുന്ന 13-ാമത്തെ ഇൻസ്ക്രിപ്ഷനകത്താന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ 14 മേജർ റോക്ക് എഡിക്റ്റുകളാണ് അശോക ചക്രവർത്തിക്കുള്ളത്. എത്ര പില്ലർ എഡിക്റ്റ് ഉണ്ട്? 7 മേജർ പില്ലർ എഡിക്റ്റുകളാണുള്ളത്. ഇതിന് പുറമെ മൈനർ റോക്ക് എഡിക്റ്റും മൈനർ പില്ലർ എഡിക്റ്റും ഉണ്ട്, 4 വെച്ചിട്ട്. ഓക്കെ, അതുകൂടെ ഇവിടെ സൈഡ് നോട്ടായിട്ട് ഓർത്തിരിക്കുക. അപ്പം പ്രധാനമായിട്ടും മൗര്യ സാമ്രാജ്യത്തെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. ഇനി നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ അനാലിസിസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത 10 ചോദ്യങ്ങളെ ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്തപ്പോൾ എങ്ങനെ തോന്നി എന്നുള്ളതിനെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒന്ന് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. ഈസി എന്ന് പറയുന്നതിന് ഞാൻ പച്ച കളർ കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഉത്തരം അറിയാവുന്ന ചോദ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈസി എന്ന് പറയാം. അല്ലെങ്കിൽ 3 ഓപ്ഷൻസ് പൊട്ട ഓപ്ഷൻസ് ആണ്, ബ്ലണ്ടർ ആണ്. അത് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെയും ഈസി എന്ന് വിളിക്കാം. മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ 2 ഓപ്ഷൻസ് എങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ മോഡറേറ്റ് ക്വസ്റ്റ്യൻ എന്ന് വിളിക്കാം. ടഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്ഷനെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒന്നും എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ടഫ് ആണ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. ഇനി ഈ ഒരു ധാരണയിൽ, ഈ ഒരു ഫോർമാറ്റിൽ നേരത്തെ ചെയ്ത ചോദ്യങ്ങളെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം നോക്കാം. അശോക ആർഗ്യുബിളി ദ മോസ്റ്റ് ഫേമസ് റൂളർ ഓഫ് ഏർലി ഇന്ത്യ കോൺക്വേർഡ് കലിംഗ. അദ്ദേഹം ആരുടെ കൊച്ചുമകനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അശോക ചക്രവർത്തി മൗര്യ സാമ്രാജ്യത്തിന്റെ ആണ് എന്നറിയാത്ത കുട്ടി NTPC പരീക്ഷ എഴുതാനോ അല്ലെങ്കിൽ RRB പരീക്ഷ എഴുതാനോ പോവരുത്. നിങ്ങൾ അത്രയെങ്കിലും ചുരുങ്ങി അറിഞ്ഞിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന സമുദ്രഗുപ്തൻ, ഇത് ഒരു ഈസി ചോദ്യമാണ് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമുദ്രഗുപ്തനെ ഒഴിവാക്കാം, കാരണം അത് ഗുപ്ത സാമ്രാജ്യത്തിന്റെ റൂളറാണ്. പ്രഭാവതി ഗുപ്തയെ ഒഴിവാക്കാം, ചന്ദ്രഗുപ്ത 1 ഒഴിവാക്കാം. നിങ്ങൾക്ക് ഉത്തരം എന്ത് കിട്ടും? ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് കിട്ടും അല്ലേ? ഇതൊരു ഈസി ക്വസ്റ്റൻ അല്ലേ? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ചന്ദ്രഗുപ്ത മൗര്യ വാസ് ദ ഫൗണ്ടർ ഓഫ് മൗര്യ ഡൈനാസ്റ്റി. സെന്റൻസ് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ്. മൗര്യ സാമ്രാജ്യത്തിന്റെ ഫൗണ്ടറാണ് ചന്ദ്രഗുപ്ത മൗര്യൻ ഇങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഹിസ് റൂൾ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ഈസ് ഇൻകറക്റ്റ്. താഴെ തന്നിരിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സെന്റൻസ്, ഈ ചോദ്യം നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഒന്ന്, ഇത് ഭയങ്കര ലെങ്തിയാണ് അല്ലെ, സമയമെടുക്കും. പക്ഷെ ഇത് ഈസി ആവാം, ഒരേ സമയം ടഫും ആവാം. എങ്ങനെയാണ് ഈസിയും ടഫും ആവുന്നത്? ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ബൈറം ഖാന്റെ ആണ് ഈ പറയുന്ന സെന്റൻസ്. ബൈറം ഖാൻ വാസ് ഹിസ് ബെസ്റ്റ് അലൈ, മെന്റർ ആൻഡ് ഗൈഡ് എന്ന് പറയുന്നതാണ് ഇതിന്റെ ഉത്തരം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് ഉത്തരം ആവുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സെന്റൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിയാത്തവരായിരിക്കും ഭൂരിപക്ഷം ആളുകളും. ഹി മെറ്റ് അലക്സാണ്ടർ ആൻഡ് ജോയിൻഡ് ഹിസ് ആർമി സോ ദാറ്റ് ഹി കുഡ് ലേൺ ദ കോമ്പാക്ട് സ്കിൽ ഓഫ് മെസഡോണിയൻസ്. കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അശോക ചക്രവർത്തി ഓക്കെ, അലക്സാണ്ടറിന്റെ സമയത്ത് ഏകദേശം, അശോക ചക്രവർത്തി അല്ല, ചന്ദ്രഗുപ്ത മൗര്യൻ അലക്സാണ്ടറുടെ സമയത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്ന് അറിയുന്നുണ്ടായിരിക്കും. പക്ഷെ അലക്സാണ്ടറിന്റെ ആർമിയിൽ ജോയിൻ ചെയ്തൊന്നും മെസഡോണിയൻസിന്റെ കയ്യിൽ നിന്നും സ്കില്ലുകൾ കണ്ടെത്തി എന്നുള്ളതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെ? കൺവെൻഷണൽ ബുക്കുകളിലൊന്നും കൊടുക്കാത്തൊരു ഫാക്റ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ വെക്കാം. ഓക്കെ, ടഫാണ്, ആ സെന്റൻസ് ഞാൻ കേട്ടിട്ടില്ല, നമുക്ക് മാറ്റി വെക്കാം. പക്ഷെ രണ്ടാമത് സെന്റൻസ് നോക്കുക, അതൊരു പൊട്ടത്തെറ്റല്ലേ? ബൈറം ഖാൻ വാസ് ഹിസ് ബെസ്റ്റ് അലൈ, മെന്റർ ആൻഡ് ഗൈഡ്. ബൈറം ഖാൻ എന്ന് പറയുന്ന അക്ബറിന്റെ ഗൈഡാണ് അല്ലെ? മൗര്യ സാമ്രാജ്യം എവിടെ കിടക്കുന്നു? അക്ബർ എവിടെ കിടക്കുന്നു? 1560-കളിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിട്ടുള്ള അക്ബറും 320 BC അല്ലെ എന്ന് പറഞ്ഞാൽ അക്ബറിനേക്കാൾ 1800 വർഷം മുന്നേ ജീവിച്ചിരുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ തെറ്റാണ്. ബൈറം ഖാൻ മുഗൾ സാമ്രാജ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ, അതറിയാവുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഈസിയാണ്.
അതറിയാത്തവനെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻ ടഫാണ്. പക്ഷെ അതറിഞ്ഞിരിക്കണം, അതറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്റ്റാണ്. ചുരുങ്ങിയത് അത്രയെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. മൂന്നാമത്തെ സി ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കാരണം ചന്ദ്രഗുപ്ത മൗര്യൻ വലിയൊരു സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്നു എന്നാണ് സിയിൽ പറയുന്നത്. ശരിയാണ്. പാതലിപുത്രയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതും ശരിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉത്തരം എവിടെത്താം? ഭൈറം ഖാൻ എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റിൽ എത്താം. മൂന്നാമത്തെ ചോദ്യം നോക്കുക. ഹിസ്റ്റോറിക് ഗ്രാൻഡ് ട്രങ്ക് റോഡ് അതിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചോദ്യം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഉത്തരം എഴുതിയപ്പോൾ രാജ്പഥ് എന്നാണ് ഉത്തരം എഴുതിയത് അല്ലെ. ഇതിൽ എനിക്ക് ആകെ ഇത് ടഫ് ക്വസ്റ്റ്യൻ ആവാം, ഈസി ക്വസ്റ്റ്യൻ ആവാം. ഈസി എങ്ങനെയാവുന്നത്? ഉത്തരം ഇത് പഠിച്ചിട്ടുള്ളവന് ഈസിയാണ് അല്ലെ. ഇത് ഡയറക്റ്റ് അറിയാവുന്നതാണ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ബംഗാളിൽ നിന്ന് അങ്ങ് അഫ്ഗാനിസ്ഥാൻ വരെ നീണ്ടു കിടക്കുന്ന ഒരു റോഡാണ്. അത് ആരൊക്കെ പണി കഴിപ്പിച്ചിട്ടുണ്ട്? നമ്മുടെ ഈ ഷേർഷാ സൂര്യയുടെ കാലത്ത് അതിനകത്ത് വർക്ക് നടന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ പല റൂളേഴ്സ് അതിനകത്ത് പണി കഴിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാവുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവന് ഈസിയാണ്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് ടഫ് തന്നെയാണ്. ക്വസ്റ്റ്യൻ ടഫാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭൂരിപക്ഷം ആളുകൾക്ക് ആ ക്വസ്റ്റ്യൻ ടഫ് ആവാനാണ് സാധ്യത. കാരണം ഇത് പഠിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഈ ഉത്തരപദ്, പൂർവ്വപദ്, ബാദ്ഷാഹി റോഡ്, രാജ്പഥ് എന്നുള്ളതൊക്കെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? അപ്പോൾ കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് ബാദ്ഷാഹി റോഡ് ഒഴിവാക്കിയാലും ഒറ്റ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ള ബാക്കി മൂന്നും നിങ്ങൾക്ക് അറിയാത്ത ഓപ്ഷൻസ് ആയിരിക്കാം. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്ന ഉത്തരപദാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തെറ്റിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നാലാമത്തെ ചോദ്യം ടഫാണ്, ഒരു രക്ഷയില്ല. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് ചോദ്യം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് അറിയാത്ത ഫാക്റ്റാണ്, നിങ്ങൾ പഠിച്ചിട്ടേ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയേ ഇല്ല, കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കുത്തരുത്, വിട്ടുകളയാം. ഓക്കെ. നമ്മൾ ഗുഡ് ലീവ് എന്ന് പറയുന്ന ചില ബോളുകൾ, നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ചില ബോളുകൾ ലീവ് ചെയ്യുന്നുണ്ടല്ലേ, അപ്പോൾ അതുപോലെ ഗുഡ് ലീവ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ബോളാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചോദ്യമാണ് ഈ നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. അറിയാമെന്നുണ്ടെങ്കിൽ, ഷുവർ ഷോട്ട് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രം എഴുതുക. കാരണം തൊട്ടടുത്ത് കിടക്കുന്ന ഓപ്ഷൻസ് ആണ്. നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് മറ്റൊരു ഓപ്ഷൻ കുത്താനായിട്ട് പോകുന്നത് അല്ലെ? 261, 62, 64, 60. അപ്പോൾ ഇത് അറിയുന്നവർ മാത്രം അറ്റൻഡ് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്താണ് വരുന്നത്? 260 BC ആണ്. നമ്മളിപ്പോൾ കണ്ടേ ഉള്ളൂ. അഞ്ചാമത്തെ ചോദ്യം നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്ക് ഈസ് റിട്ടൺ ബൈ മെഗസ്തനീസ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഗസ്തനീസ് ഒരു ഗ്രീക്കുകാരനാണ് എന്നറിയാം. ഇൻഡിക ചിലപ്പോൾ ഓർക്കണം നിർബന്ധമില്ല. ഇൻഡിക ചിലപ്പോൾ മറന്നുപോയിണ്ടാവും. ഇൻഡിക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് എന്നുള്ള മറന്നുപോയിണ്ടാവും. മെഗസ്തനീസ് മൗര്യ സാമ്രാജ്യത്തിന്റെ സമയത്താണ്. ഗ്രീക്കിൽ നിന്ന് വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഹർഷചരിത എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ സംസ്കൃത ബുക്കായിട്ട് തോന്നുന്നില്ലേ? മാളവിക അഗ്നിമിത്രം, അതും ഒരു സംസ്കൃത ബുക്കായിട്ടാണ് തോന്നുന്നത്. യജ്ഞവൽക്യ സ്മൃതിയും ശ്രുതിയൊക്കെ എന്തായാലും ഒരു സംസ്കൃത ടച്ചുള്ള ബുക്കുകളാണ്. ഇൻഡിക എന്ന് പറയുന്ന ഒരു സംസ്കൃത ടച്ചുള്ള ഒരു ബുക്കല്ല. സോ മെഗസ്തനീസ് എഴുതാൻ ലോജിക്കലി ഏത് ബുക്ക് എഴുതാനാണ് സാധ്യത? ഇൻഡിക എഴുതാനാണ് സാധ്യത. അതല്ലാതെ മെഗസ്തനീസ് ഇൻഡിക എന്ന് പഠിച്ചിട്ടുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഈസിയാണ്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ഓപ്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എലിമിനേറ്റ് ചെയ്താൽ ഇൻഡികയാണ് ഉത്തരം എന്നുള്ളത് എത്താനായിട്ട് പറ്റും. ഓക്കെ. ആറാമത്തെ ചോദ്യം, ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടഫ് ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് കലിംഗ യുദ്ധത്തെ പറ്റി പറഞ്ഞത് 13ാമത്തെ റോക്ക് എഡിക്റ്റിലാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഉത്തരം കിട്ടുള്ളൂ. അതെങ്ങനെയാണ്? 14 റോക്ക് എഡിക്റ്റ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ പറഞ്ഞ 13ാമത്തെ. അതിനകത്താണ് കലിംഗ യുദ്ധത്തെ പറ്റി പറയുന്നത്. അതാണ് അശോകന്റെ ഏറ്റവും വലിയ ശാസനം എന്ന് പറയുന്നത്. കലിംഗ യുദ്ധത്തിന് ശേഷം അദ്ദേഹത്തിന് മാനസാന്തരം സംഭവിച്ചു എന്നും ബുദ്ധമതം സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നത് ഈ ഒരു റോക്ക് എഡിക്റ്റിനകത്താണ്. അത് അറിയാവുന്നവന് ഈ ഉത്തരം എഴുതാം, അല്ലാത്തവന് ഈ ക്വസ്റ്റ്യൻ വിടാം. ഗുഡ് ലീവ് ആയിരിക്കും അല്ലേ. ഇനി അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 13 ആണ്. ഡാഷ് വാസ് ദ ക്യാപിറ്റൽ ഓഫ് മൗര്യൻ എംപയർ? ഇത് സോൾവ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, മഗധ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒരു മഹാജനപദയാണ്. അതൊരു ക്യാപിറ്റൽ ആയിട്ടല്ല, മഹാജനപദയായിട്ടാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം മഹാജനപദകൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മഗധ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഹരിയങ്ക ഡൈനാസ്റ്റി അല്ലെ, ശിശുനാഗ ഡൈനാസ്റ്റി, ശൈശുനാഗ ഡൈനാസ്റ്റി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ വരുന്ന മഗധയാണ്. മഗധ ഒരു മഹാജനപദയാണെന്ന് അറിയാം, അതൊരു ക്യാപിറ്റൽ ആവാനുള്ള സാധ്യതയില്ല. അപ്പോൾ നമുക്ക് അത് ഒഴിവാക്കാം. പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന എന്താണ്? നളന്ദയും തക്ഷശിലയും അതെന്താണ്? യൂണിവേഴ്സിറ്റി ആണെന്ന് അറിയാമെന്നുള്ളതെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാം. ബാക്കി വരുന്ന എന്താണ്? പാതലിപുത്രയാണ് അല്ലെ. അപ്പൊ അതാണ് ഈ പറഞ്ഞ ക്യാപിറ്റൽ. അപ്പൊ ഇത് അറിയാവുന്ന ഇത്രയും ഒരു എന്തെങ്കിലും ചരിത്രത്തെ പറ്റി അറിയുന്നവന് ഇത് ഈസി ആയിട്ട് തോന്നാം. അല്ല, കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാം. അതാണ് ഞാൻ ഈസി ടു മോഡറേറ്റ് എന്നുള്ള രീതിയിൽ ഈ ക്വസ്റ്റിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. എട്ടാമത്തെ ചോദ്യം നോക്കാം. എംപറർ അശോക ഇൻ 12th year of his reign appointed a special officer who surveyed the land and maintained land records. These officers were called. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ് കളക്ടർ അല്ലെ. ഇതൊരു മോഡറേറ്റ് ചോദ്യമാണ്. കളക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കളക്ടർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഒന്നും അശോക ചക്രവർത്തി ആ സമയത്ത് ഇംഗ്ലീഷ് ഒന്നുമില്ല. അപ്പോൾ കളക്ടർ അല്ല, അത് ഒഴിവാക്കാം. ചാലുക്യ എന്ന് പറയുന്ന ഒരു രാജവംശമാണ് അല്ലെ, ദക്ഷിണേന്ത്യയിലുള്ള ഒരു രാജവംശമാണ്, അത് നമുക്ക് ഒഴിവാക്കാം. ബാക്കി അമത്യ ഉണ്ട്, റസൂക്ക് ഉണ്ട്. അമത്യ എന്ന് പറയുന്നത് ലോജിക്കലി കറക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിൻ്റെ ആൻസർ വരുന്നത് ഏതാണെന്ന് അറിയൂ? റസൂഖ് ആണ്. എന്താ കാരണം എന്നറിയൂ? ഇത് ആക്ച്വലി റസൂഖ് എന്നല്ല, നമ്മൾ പഠിച്ചെന്നായിരിക്കും രാജുക എന്നായിരിക്കും. പക്ഷേ RRB നമുക്കിട്ടൊരു പണി തന്നു.
രാജുക എന്നുള്ള ആ പേരിന് റസൂഖ് എന്നുള്ള ഒരു രീതിയിലാണ് അവർ തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ റസൂക്ക എന്ന് ചിലപ്പോൾ തന്നിട്ടുണ്ടായിരിക്കും, മേ ബി. നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ വരാം. അമത്യ എന്ന് പറയുന്നത് ആ സമയത്തുള്ള ഓഫീസേഴ്സിന്റെ പേരാണ്, പക്ഷെ അവർ റവന്യൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്പെഷ്യൽ ഓഫീസേഴ്സ് അല്ല. രജുക്കയാണ് ഈ സമയത്ത് സ്പെഷ്യൽ ഓഫീസേഴ്സ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പക്ഷെ ഒരു ഗുഡ് ക്വസ്റ്റൻ ആണ്, നമുക്ക് 50-50 എത്തിക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ ഈ 50-50 എത്തിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഭാഗ്യ പരീക്ഷണം നടത്തണം. അവിടെ ഏറ്റവും ലോജിക്കലായിട്ട് നിങ്ങൾക്ക് തോന്നാവുന്ന ഒരു ഓപ്ഷൻ വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ലോജിക്ക് കറക്റ്റ് ആയിരുന്നു, പക്ഷെ RRB ചെറിയൊരു പണി നമുക്ക് തന്നതാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി 9ാമത്തെ, ഹു വാസ് ദ ലാസ്റ്റ് എംപറർ ഓഫ് മൗര്യ ഡൈനാസ്റ്റി? മൗര്യ ഡൈനാസ്റ്റിയിലെ ഏറ്റവും അവസാനത്തെ റൂളർ ആരാണ്? നമുക്ക് ആദ്യത്തെ 2 പേര് അപ്പം തന്നെ വെട്ടാം അല്ലേ. ചന്ദ്രഗുപ്ത മൗര്യനെയും അശോകനെയും ആദ്യം തന്നെ വെട്ടാം. അവർ രണ്ടും ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള റൂളേഴ്സ് ആണ്. ഇനി ശതധന്വൻ എന്ന് പറയുന്ന റൂളറെ പറ്റിയിട്ട് നമ്മൾ ചരിത്രത്തിൽ എവിടെയും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ബൃഹദ്രഥ പിന്നെയും കേട്ടിട്ടുണ്ട് അല്ലേ, കേട്ടിട്ടുള്ള ഒരു പേരാണ് ബൃഹദ്രഥ. അപ്പോൾ ആരാണ് അതിൻ്റെ ഉത്തരം വരുന്നത്? ബൃഹദ്രഥയാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. ഇനി 10ാമത്തെ ചോദ്യം, ഡാഷ് ലേക്ക് ഇൻ ഗുജറാത്ത് വാസ് ആൻ ആർട്ടിഫിഷ്യൽ റിസർവർ ബിൽറ്റ് ഡ്യൂറിംഗ് ദ റൂൾ ഓഫ് മൗര്യാസ്? ഇതൊരു മോഡറേറ്റ് ചോദ്യമാണ്. കാരണം എന്താ, ഇതിൽ പുഷ്കര തടാകം നമുക്ക് ഒഴിവാക്കാം. ബ്രഹ്മാവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ബ്രഹ്മാവിന്റെ ഏറ്റവും വലിയ ക്ഷേത്രം ഇരിക്കുന്നത് അത് രാജസ്ഥാനിലുള്ള ഒരു ലേക്ക് ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത് ഒഴിവാക്കാം. ലോക്തക്ക് മണിപ്പൂരിലാണെന്നുള്ളത് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ്. ജോഗ്രഫി പഠിക്കുന്ന കുട്ടികൾ, ലൊക്കേഷൻ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ അത് ഒഴിവാക്കാം. പിന്നെയുള്ള 2 ഓപ്ഷൻ, അതിൽ ലോണാർ ഗുജറാത്ത് ആണ്. പക്ഷെ ലോണാർ എന്തല്ല. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ്സ് നോക്കി പോകണം. ഗുജറാത്തിലാണ് ലേക്ക്, 1ാമത്തെ പോയിന്റ്. അവിടെ ഒരു ആർട്ടിഫിഷ്യൽ റിസർവോയർ ആണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മൗര്യന്മാരുടെ സമയത്ത് പണിതാണ്. അപ്പോൾ ഗുജറാത്തിലാണ് ലോണറിന്റെ 1ാമത്തെ പോയിന്റ് ലോണറിന് ടിക്കാണ്. പക്ഷെ ആർട്ടിഫിഷ്യൽ റിസർവോയർ അല്ല, മൗര്യന്മാർ പണി കഴിപ്പിച്ചതല്ല. ഇതൊരു ക്രേറ്റർ ആണ് അല്ലെ. ഒരു ഉൽക്ക വന്ന് പതിഞ്ഞ് ആ ഉൽക്ക വന്ന് വീണ സ്ഥലത്ത് കുഴിയായി, ആ കുഴിയിൽ മഴ പെയ്ത് അതൊരു തടാകമായിട്ട് മാറിയതാണ് ലോണാർ ലേക്ക് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഏത് ലേക്കാണ്? സുദർശന ലേക്കാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് പഠിക്കുക അല്ലേ. ഇപ്പം ഇവിടെ നമ്മൾ എന്തൊക്കെ ചെയ്തു? ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ടൈം മാനേജ്മെന്റ് 10 ചോദ്യങ്ങൾ 7 മിനിറ്റ് കൊണ്ട് മാക്സിമം ചെയ്ത് തീർക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു അല്ലേ. ആർട്ട് ഓഫ് സോൾവിങ് MCQയിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം, എങ്ങനെ കോമൺ സെൻസ് യൂസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ മൗര്യ സാമ്രാജ്യത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്തു, ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്തു. ഈ രീതിയിലാണ് നമ്മൾ സെഷൻസ് എടുക്കാനായിട്ട് പോകുന്നത്. ഈ സെഷൻസ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ഇത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് മറ്റ് സീരീസുകൾ, ഇതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് സീരീസ് പ്ലാൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ചെയ്തിട്ടുള്ള 10 ചോദ്യങ്ങളെ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. 10 ചോദ്യങ്ങൾ ഈസി, മോഡറേറ്റ്, ടഫ്. 1ാമത്തെ ചോദ്യം ഈസിയാണ്, അതുകൊണ്ടാണ് അതിന് പച്ച മാർക്ക് ചെയ്തിരിക്കുന്നത്. 2ാമത്തെ ചോദ്യം അറിയാവുന്നവർക്ക് ഈസിയാണ്, പക്ഷെ അറിയുന്നവരുടെ എണ്ണം കുറവായതുകൊണ്ടാണ് പച്ച ഞാൻ കുറച്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. 3ഉം അറിയാവുന്നവരുടെ എണ്ണം ചുരുക്കമായിരിക്കും, അവർക്ക് ഈസി ആയിരിക്കും, അല്ലാത്തവർക്ക് ടഫ് ആയിരിക്കും. 4 ഭയങ്കര ടഫായിട്ടുള്ള ചോദ്യമാണ്, ആ കലിംഗ യുദ്ധം നടന്ന വർഷം. അതുപോലെ തന്നെ 5 ഈസി ടു മോഡറേറ്റ് ആണ്, 6 ഭയങ്കര ടഫാണ് അല്ലെ, കലിംഗ യുദ്ധം നടന്നിട്ടുള്ള മേജർ പില്ലറടി റോക്കഡിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. 7, 8, 9, 10 ഒക്കെ ഈസി ടു മോഡറേറ്റ് ചോദ്യങ്ങളാണ്. ഇതിൽ മഞ്ഞ കളറും പച്ച കളറും കൂട്ടണം, ചുവപ്പ് കുറയ്ക്കണം. ഇതാണ് ഒരു MCQ സോൾവ് ചെയ്യേണ്ട കുട്ടി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു എക്സാം അറ്റൻഡ് ചെയ്യേണ്ട കുട്ടി എന്നുള്ള നിലയിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പാഠം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സാധാരണ ഒരു മാരത്തോൺ ക്ലാസ്സോ ഒരു റിവിഷൻ ക്ലാസ്സോ ആയിട്ട് നിങ്ങൾ ഇതിനെ കാണരുത്. ഇതിനകത്തൂടെ നമ്മൾ ഇത്തരത്തിൽ ടൈം മാനേജ്മെന്റ്, എങ്ങനെയാണ് ചോദ്യങ്ങൾ ചെയ്യേണ്ടത്, ആർട്ട് ഓഫ് സോൾവിങ് MCQ ആൻഡ് അതിന് കൂടെ റിവിഷൻ, ഇത് 3ഉം കൂടെ ചേർന്ന് ഒരു ചെറിയൊരു സീരീസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതേപോലെ സെലക്ട് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്ത് തരികയാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം. അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക, നന്നായിട്ട് കമന്റ് ചെയ്യുക, നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് കമന്റ് ചെയ്യുക, സജഷൻസ് ഉണ്ടെങ്കിൽ സജഷൻസ് കമന്റ് ചെയ്യുക. നമ്മൾ അതനുസരിച്ച് എന്ത് ചെയ്യും, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങളെ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളെ എത്രത്തോളം സഹായിക്കാൻ പറ്റും അത്തരത്തിലുള്ള എല്ലാ സീരീസുകളും എല്ലാ വീഡിയോസും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.